ഇന്ന് ഞാനൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ചിക്കൻ മോമോസ്. ഇത് ഞാനിവിടെ മൈദ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലോർ യൂസ് ചെയ്തിട്ടും മോമോസ് തയ്യാറാക്കിയെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ മോമോസിൻ്റെ കൂടെ തന്നെ സോസിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു റെസിപ്പി അത്ര സ്പൈസി ഒന്നല്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ മോമോസിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും പെപ്പറും ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ചിക്കൻ തണിയാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിൻ്റെ ഡോ തയ്യാറാക്കിയെടുക്കാം. 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ അതിലേക്ക് ആവശ്യത്തിനുള്ള സാധാ നോർമൽ വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ മോമോസ് തയ്യാറാക്കാനുള്ള ഡോ കൂടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഒരു ബൗളിലോട്ട് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഞാൻ വെജ് ചോപ്പറിൽ ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല പൊട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മുഴുവനായിട്ട് ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡോയൊക്കെ തയ്യാറാക്കിയ ആ ഒരു ടൈം കൊണ്ട് ചിക്കൻ നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കന് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ പെപ്പർ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന മൈദ 3 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അത് നല്ല നേർങ്ങനെ പരത്തിയെടുക്കാം. ഇതുപോലെ ചെറിയൊരു ബൗൾ വെച്ചിട്ട് റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും. മുഴുവനായിട്ടും ഇതുപോലെ പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ മോമോസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. മോമോസ് പരത്തിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഇഡലി തട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുക. നമ്മൾ മോമോസ് വെച്ച് കൊടുക്കുന്ന ടൈമിൽ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഡലി തട്ട് ചൂടാവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് മുഴുവനും പരത്തിയെടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാം. ഫില്ലിങ്ങിനായിട്ട് അതിൻ്റെ സെൻറ്ററിൽ 1 സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 രീതിയിൽ മോമോസ് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. പരത്തി വെച്ച മൈദയിലോട്ട് അതിൻ്റെ സെൻറ്ററിലോട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഫില്ലിംഗ് ആണോ ഇഷ്ടം, ഈ ഒരു ടൈമിൽ നമുക്ക് വെജ് ഫില്ലിംഗ് ആണെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് മടക്കിയിട്ട് മറ്റേ സൈഡും അതുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അഥവാ ഒട്ടുന്നില്ല എങ്കിൽ ഇത്തിരി വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. രണ്ടാമത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ മലബാർ തുർക്കി പത്തിരിയൊക്കെ ചെയ്യുന്നത് പോലെയാണ്. മുഴുവനായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും മടക്കി കൊടുത്തിട്ട് സെൻറ്റർ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചെരിച്ചിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുക്കാം.
അപ്പോൾ മോമോസ് ഇവിടെ മുഴുവനായിട്ട് അതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് മോമോസിനെ ഷേപ്പ് ചെയ്തെടുക്കാം. മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും. ഒട്ടിപ്പിടിക്കില്ല എന്നുള്ള പ്രോബ്ലം ഒന്നുമില്ല. അഥവാ ജോയിൻ്റ് ആയിട്ടില്ല എങ്കിൽ ഇത്തിരി വെള്ളം ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ മുഴുവൻ മോമോസും ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാം. ഓരോ മോമോസും വെച്ച് കൊടുക്കുന്ന ടൈമിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വെച്ച് കൊടുക്കാം. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ കുക്ക് ചെയ്തതായതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. മൈദ മാത്രം കുക്കാവേണ്ട ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് മോമോസ് റെഡി ആയിട്ടുണ്ട്. അടിയിൽ ഓയിൽ ബ്രഷ് ചെയ്തതുകൊണ്ട് തന്നെ അടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളത് കൂടി സ്റ്റീം ചെയ്തെടുക്കാം. മോമോസിൻ്റെ കൂടെ കഴിക്കുന്ന സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ബോയിലായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് വെന്ത് വരികയേ വേണ്ടു. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി. ഇനി നമുക്കിതൊരു ചൂടോട് കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഒന്ന് തണിഞ്ഞു വരുന്ന ആ ഒരു ടൈമിൽ നമുക്കൊരു തക്കാളി കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. വേണമെങ്കിൽ നമുക്ക് തക്കാളിയും ചില്ലി ഫ്ലേക്സും ഒരുമിച്ച് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ തൊലിയൊക്കെ നന്നായി ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതിലെ തൊലി മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തക്കാളിയുടെ കൂടെ തന്നെ 6 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്നു വന്ന തക്കാളി നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒരു കൈ നിറയെ മല്ലിയിലയും വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി മോമോസിൻ്റെ കൂടെ കഴിക്കുന്ന സോസ് കൂടി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ മോമോസും സോസും റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര സ്പൈസി ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീറ്റ് ഫ്ലോർ യൂസ് ചെയ്തിട്ടും മോമോസ് തയ്യാറാക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.